ഹലോ ഗായ്സ്, കണ്ടോ? എല്ലാവർക്കും സുഖമല്ലേ? വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ആയി. പിന്നെ നമ്മൾ ഒരു ഫസ്റ്റ് സ്റ്റാൻഡ് ഇത് കഴിഞ്ഞു. എന്ത് നമ്മൾ കൃഷി ഫസ്റ്റ് ഇത് കഴിഞ്ഞു. രണ്ടാം ഘട്ടം തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ആനക്കൊമ്പൻ വെണ്ട അങ്ങനെ അങ്ങോട്ട് നട്ടതാണ്. ഒരുപാട് ഈ ഭാഗത്ത് കുറച്ച് മണ്ണൊഴിവുണ്ടായപ്പോൾ ആനക്കൊമ്പൻ വെണ്ടയാണ് നട്ടതാണ്. അപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമില്ലൊക്കെ പിടിച്ചു. ഇപ്പോൾ ഇന്നല്ല 2 ദിവസം മുന്നേ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തന്നെ അൽഹംദുലില്ലാ ഉണ്ടായിട്ടുണ്ട്. നല്ലപോലെ പിടിച്ചിട്ടുണ്ട്, മനസ്സിലായില്ല. അപ്പോൾ അതാ ഒരു 8-10 മരട് ഉണ്ട്. ഇനിയിപ്പോൾ ഓണപ്പരിപാടിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇപ്പം നാളെയൊക്കെ ആയിട്ട് നട്ട് ഉണ്ടാക്കണം. എല്ലാത്തിനും നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് വിളവെടുത്ത് വിളവെടുത്തത് കാണിച്ചു തരാം. എന്തായാലും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ആനക്കൊമ്പൻ വെണ്ടയാണ്. പിന്നെ വേറെ സൈസ് ഒരു വലിയൊരു വെണ്ടൻ്റെ അപ്പുറത്ത് അത് വിളവെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളൊരു സന്തോഷം. അപ്പോൾ ഈ സന്തോഷം നമ്മൾ അറിയിക്കുക. കുറേ ദിവസമായി നമ്മൾ വീഡിയോയിലൊക്കെ വന്നിട്ടും കണ്ടിട്ടും ഒക്കെ. അപ്പോൾ ഈ ഒരു റാഹത്ത് എല്ലാവരെയും അറിയിക്കുക എന്ന് കരുതി എൻ്റെ പഞ്ചായത്ത് CDS JLG കൃഷിയാണല്ലോ, അപ്പോൾ അവരെയും കൂടി വേണമല്ലോ നമ്മൾ അറിയിക്കുക. ഏതായിരുന്നാലും അൽഹംദുലില്ലാ പടവലങ്ങയൊക്കെ പോയി തുടങ്ങി. നന്നായിട്ട് പടവലൊക്കെ കായ്ഫലം തന്നു ഒക്കെ കഴിഞ്ഞാലും കുറേശ്ശൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ചിരങ്ങ ഇപ്പോൾ 2-ാം വർഷം അതിൽ നിന്ന് തന്നെ കുറ്റി പൊട്ടി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പാവലെല്ലാം പോയി, ശരി. പിന്നെ കോവലൊക്കെ നന്നായിട്ടുണ്ട്. കോവയ്ക്കൊക്കെ നല്ല രീതിക്ക് തന്നെ ഉണ്ട്. ഒരു മത്തന് വലയിലൊക്കെ കയറി നിൽക്കുന്നുണ്ട്. പാവൽ ഇങ്ങനെ ഉണ്ടാവും, പക്ഷെ അത് ഈച്ച കുത്തിയിട്ട് ആകെപ്പാടെ നഷ്ടപ്പെട്ടു പോകും. കോവലൊക്കെ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ പച്ചമുളക് കാര്യങ്ങളൊക്കെ തന്നെ നിലനിന്ന് പോകുന്നുണ്ട്. പിന്നെയെന്ന് പറയുമ്പം നമുക്ക് അതാണ് കോവൽ. കക്കരിക്കൊക്കെ നന്നായിട്ടുണ്ടായി. അവിടെ ഒരു തരം കോവയ്ക്കയാണ് ഇത് വേറൊരു തരം കോവയ്ക്കയാണ്. അപ്പോൾ അങ്ങനെ കയറി കൂടി പോകുന്നുണ്ട്. പിന്നെ നമുക്കിപ്പോൾ പഞ്ചായത്തിൽ നിന്ന് കുറച്ച് ഇത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അച്ചച്ച് ഇന്നലത്തെ പരിപാടി അതായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് പുതിയ ചട്ടി 10 കിട്ടി. പുതിയ ചട്ടിയും പഴയ ചട്ടിയൊക്കെ കൂടെ ആയിട്ട് ഇന്നലെ വഴുതന പിന്നെ തക്കാളി പച്ചമുളക് നട്ടിട്ടുണ്ട്. ഇന്നലത്തെ 2-ാം ഘട്ടം പച്ചക്കറി പിന്നെ പ്രോസസ്സിങ് തുടങ്ങിയതാണ്. അപ്പം അങ്ങനെ അങ്ങോട്ട് നട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെയൊക്കെ നടാനുണ്ട്. പിന്നെ ഇപ്പോൾ ഇതൊക്കെ കാശ്മീരി മുളകൊക്കെ നന്നായിട്ടുണ്ടായി കേട്ടോ. കണ്ടോ, കാശ്മീരി മുളകൊക്കെ നന്നായിട്ടുണ്ടായി. നല്ല റാഹത്തായിട്ട് തന്നെ സാധ്യതകളൊക്കെ. തക്കാളിയൊക്കെ എപ്പോഴും ഉണ്ടാവുന്നതും ഉണ്ട്. പഴയ തക്കാളികളൊക്കെ കരിഞ്ഞു പോയി. അത് വെള്ള പച്ചമുളകാണ്. അത് ഇഷ്ടം പോലെ ഞങ്ങളധികം എന്താ ചെയ്യുക, പച്ചമുളകൊന്നും പേടിക്കലേ ഇല്ല. ഇത് നമ്മളധികം എന്ത് ചെയ്യും, പിന്നെ അച്ചാറുണ്ടാക്കും. മുളക് അച്ചാർ, മധുരം അച്ചാറുണ്ടാക്കും. പിന്നെ ഇതാ പഴയ വഴുതനങ്ങയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. മത്തനൊക്കെ അവിടെ ഉഷാറായിട്ട് ഇങ്ങനെ മത്തൻ വള്ളിയൊക്കെ പടമുള മുളച്ചുണ്ടായതൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പോൾ മിശ്രിതം കൂട്ടിയിട്ട് കുറച്ചും കൂടെ നടാനുണ്ട്. അവിടെ തക്കാളി തൈയൊക്കെ പറിച്ച് നടാനുണ്ട്, മുളപ്പിച്ചത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പരിപാടിയിലാണ് ഞാൻ. അപ്പോൾ കണ്ടല്ലോ എൻ്റെ പച്ചക്കറി 2-ാം ഘട്ടം. തുമ്പ JLG പച്ചക്കറി 2-ാം ഘട്ടം. ഓക്കെ, എല്ലാവരെയും ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. കുറേ ആയല്ലോ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ തുമ്പ JLG 2-ാം ഘട്ടം കൃഷി. അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫോളോ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നമ്മളെ ഹെൽപ്പ് ചെയ്യണം, മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവർക്കും വളരെ നല്ലൊരു ഗുഡ് മോർണിംഗ്. താങ്ക് യു.